സി ക്വസ്റ്റ്യൻ നമ്പർ 17. നമ്മളെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ലെസണിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 റെസിസ്റ്റൻസസ് 100 ohm and 200 ohm are connected in series with a battery of 4 volt and a negligible internal resistance. A voltmeter is used to measure voltage across 100 ohm resistance, which gives a reading as 1 volt. The resistance of voltmeter must be. See, നമ്മൾ നോക്കിയാൽ ഒരു 100 ohm റെസിസ്റ്റർ, ഒരു 200 ohm റെസിസ്റ്റർ, they are connected in series. ഇതാണ് കണ്ടീഷൻ അല്ലേ. ഇവിടെ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തു. സെല്ലിൻ്റെ EMF എത്രയാണ്? 4 വോൾട്ട് സെല്ലാണ്. ഓക്കെ, ഇന്ന് നമ്മൾ എന്ത് ചെയ്തു? ഈ 100 ohmന് അക്രോസ് ആയിട്ട് ഇതിൻ്റെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ ഞാനൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു അല്ലേ. സപ്പോസ് ഈ വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് RV ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കോമ്പിനേഷൻ അക്രോസുള്ള വോൾട്ടേജ് 1 വോൾട്ടാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ വോൾട്ട് മീറ്ററും 100 ohmഉം ദേ ആർ പാരലൽ അല്ലേ. അങ്ങനെ പാരലൽ ആണെങ്കിൽ ഈ ഒരു ബ്രാഞ്ചിൻ്റെ നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പാരലൽ കോമ്പിനേഷൻ്റെ റെസിസ്റ്റൻസ് ആണ് വരിക അല്ലേ. ആ പാരലൽ കോമ്പിനേഷൻ്റെ റെസിസ്റ്റൻസ് എത്ര വരും? RV × 100/RV + 100. ഞാൻ തൽക്കാലം ഇത് മൊത്തം X ആണെന്ന് വിചാരിച്ചോ അല്ലേ. അപ്പോൾ ഈ ഫിഗർ ഞാനൊന്ന് മാറ്റി വരച്ചാൽ ഈ കോമ്പിനേഷൻ ഞാൻ X ആയിട്ടും ഈ റെസിസ്റ്റൻസ് 200 ആണല്ലോ അല്ലേ. ഇത് ഇവിടെ 4 ശരിയല്ലേ. നിങ്ങൾക്കറിയാം ഈ 4 വോൾട്ടിൽ 1 വോൾട്ടാണ് ഈ കോമ്പിനേഷൻ ക്രോസ് വന്നത്. ബാക്കി 3 വോൾട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ റൂൾ പഠിച്ചതാണ്. ഇത് V1, ഇത് V2 അല്ലേ. ആ സീരീസ് കോമ്പിനേഷൻ ആണല്ലോ ഇവർ അല്ലേ. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് എന്തിൻ്റെ റേഷ്യോ ആയിരിക്കും? റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ ആയിരിക്കും അല്ലേ. അപ്പം V1 / V2 എന്ന് പറയുന്നത് R1/R2 ആയിരിക്കുന്നു. X/200 ആയിരിക്കും. അവിടെ നമുക്ക് ആ V1/V2 1/3 ആണ് ഈക്വൽ ടു X/200 എന്ന് വന്നു. അപ്പോൾ X എത്രയാണ്? 200 / 3 ആണ് അല്ലേ. അപ്പോൾ ഈ X എന്ന് പറയുന്ന റെസിസ്റ്റൻസ് 200/3 ആണ്. എന്താണ് X എന്ന് പറയുന്നത്? ഈ കോമ്പിനേഷൻ്റെ നെറ്റ് റെസിസ്റ്റൻസിനെ നമ്മൾ X എന്ന് വിളിച്ചത് അല്ലേ. ആ കോമ്പിനേഷൻ്റെ നെറ്റ് റെസിസ്റ്റൻസ് എത്രയായിരുന്നടാ മക്കളെ? RV അല്ലേ × 100 / RV + 100 ആണ് അല്ലേ. ഇതാണ് നമ്മളെ ഈ റെസിസ്റ്റൻസ് X എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 200/3 ആണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് കിട്ടിയത് RV × 100 അല്ലേ, ഓർ 100 RV / 100 + RV ഈസ് ഈക്വൽ ടു 200 / 3 ആണ്. സോ ഇതിവിടെ കട്ട് ചെയ്താൽ നമുക്കിവിടെ 2 എന്ന് വരും അല്ലേ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 3 RV ശരിയല്ലേ. സോ 3 RV ഈക്വൽ ടു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 200 + 2 RV എന്ന് വരും. ഈ 2 RV പുറത്തേക്ക് എടുത്താൽ 3 RV - 2 RV ഈക്വൽ ടു 200 അല്ലേ. സോ ദാറ്റ്സ് ഈക്വൽ ടു RV ഈക്വൽ ടു എത്ര വരും? 200 ohm എന്ന ആൻസർ വരും അല്ലേ. അപ്പോൾ നമ്മുടെ വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാ വരിക? 200 ohm ആണ് വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് വരിക 200 ohm അല്ലേ. സോ നമ്മുടെ ആൻസർ 200 ohm ആണ് നമ്മുടെ ആൻസർ.